വാർത്തകൾ വിശദമായി പരിശോധിക്കാം. എന്ത് പ്രശ്നമുണ്ടായാലും പോലീസിനെ ഒന്ന് നീട്ടിവിളിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും, കരുതലാകുമെന്ന് വിശ്വസിക്കുന്ന ഈ നാട്ടിലാണ് ഒരു പ്രശ്നവുമായി പരാതിയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ള ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസ് സദാചാര പോലീസിംഗ് നടത്തിയത്. ആ വാർത്തയിലേക്കാണ് ആദ്യം. കൊച്ചി കലൂരിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം. റോഡിലൂടെ നടന്നു പോകുകയെന്ന പെൺകുട്ടികൾ ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചു. കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിനാണ് ഒരു സംഘം യുവാക്കൾ പെൺകുട്ടികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനമേറ്റ ഒരു പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിലാണ്. അതേസമയം മൊഴിയെടുക്കാനെത്തിയ പോലീസ് പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചെന്നും എന്തിന് ഈ അസമയത്ത് പുറത്തുപോയെന്നും ചോദിച്ചതായും സുഹൃത്ത് ആരോപിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണത്തിലേക്കും മാത്രം. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സംഭവത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. പാലക്കാട് സ്വദേശികളായ ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. കേസിൽ ആകെ 11 പ്രതികളാണുള്ളത്. പാലക്കാട് സ്വദേശിയ മുഖ്യ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ലിഡിയ ജേക്കബ് കൊച്ചി വിവരങ്ങളുമായി. ലിഡിയ, 11 പേരുണ്ട്, 3 പേർ അകത്തായിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അന്വേഷണം അത് ഊർജിതമായി നടക്കുന്നു എന്നുള്ള നല്ല കാര്യം. മറുഭാഗത്ത് പരാതിയുമായി എത്തുമ്പോൾ ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികൾ ഏതാണ്ട് പാതിരാത്രി സമയത്ത് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോഴും പോലീസിന് പ്രശ്നം പെൺകുട്ടികളോടായിരുന്നു, പരാതിക്കാരോടായിരുന്നു. ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ നടപടിക്ക് സാധ്യതയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആഭ്യന്തര അന്വേഷണത്തിനും സാധ്യതയുണ്ടോ? സുഹൈൽ, നിലവിൽ 3 പ്രതികളെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതായത് പാലക്കാട് സ്വദേശികളായിട്ടുള്ള 3 പേരാണ്. ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. മുഖ്യപ്രതിയെ ഇതുവരെയായിട്ടും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആളാണ്. ഈ ദേശാഭിമാനി റോഡിൽ ഹോട്ടൽ നടത്തുന്ന ആളാണ് മുഖ്യപ്രതി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അക്ബർ എന്നാണ് പേര്. ഇയാൾക്കായും ഒപ്പം മറ്റ് പ്രതികൾക്കായും നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഊർജിതമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളുമാണ് നടക്കുന്നത്. 11 പേരാണ് പ്രതികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 2 പേർ സ്ത്രീകളാണ്, ബാക്കി 9 പേർ പുരുഷന്മാരാണ് എന്നുള്ളതാണ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പ്രതികളെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ്. അതെ, ആ പ്രതികളെയാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. മുഖം സ്വാഭാവികമായി മറച്ചിട്ടുണ്ടാവും. കാരണം പെൺകുട്ടികൾക്ക് ഇവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ മുഖം ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണിക്കുകയുള്ളൂ. എന്തായാലും വലിയ അതിക്രമമാണ് ആ പെൺകുട്ടികൾ നേരിട്ടത്. നമ്മുടെ കൊച്ചിയിലാണ് സ്ത്രീ സുരക്ഷയിൽ നമ്മളേറെ അഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരളത്തിലാണ് കമന്റ് അടിച്ചത്, അതായത് തോന്നിയാസം പറഞ്ഞ് ചോദ്യം ചെയ്തതിന് 2 പെൺകുട്ടികളെ 8 അംഗ സംഘം അതിക്രൂരമായി മർദ്ദിച്ചത്. അവരെ നിലത്തിട്ട് ചവിട്ടുന്നു, നെഞ്ചത്ത് ചവിട്ടുന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഒന്നും നടക്കാത്ത മട്ടിൽ നടന്നു നീങ്ങിയ ആ അതിക്രമ തോന്നിയാസ സംഘത്തിലെ 3 പേരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആകെ മൊത്തം 11 പ്രതികളാണ് കേസിലുള്ള. ലിഡിയ, ബാക്കിയുള്ളവർക്ക് അന്വേഷണം ഊർജിതമായിരിക്കുന്നു. പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ സുഹൈൽ, തീർച്ചയായും ബാക്കിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 2 CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്നിൽ ഈ പെൺകുട്ടി വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒന്നാമത്തെ CCTV ദൃശ്യങ്ങളിലുള്ളത്. മറ്റൊന്ന് ആ ഒരു സംഭവത്തിന് ശേഷം, ആ ഒരു മർദ്ദനത്തിന് ശേഷം വളരെ സിമ്പിളായി ഈ പ്രതികൾ നടന്നു പോകുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 3 പേരെയും നോർത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിടിയിലായിട്ടുള്ള 3 പേരും ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മറ്റു പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.